അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗത മാർഗവും ആശയവിനിമയ സംവിധാനങ്ങളും. ഈ ഒരു പാഠഭാഗത്തിലൂടെ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വ്യത്യസ്ത ഗതാഗത മാർഗങ്ങളെക്കുറിച്ച് പറയും. അതിലൊന്നാമതായിട്ട് റോഡ് മാർഗമുള്ള ഗതാഗതം, NH, SH, റൂറൽ റോഡുകൾ തുടങ്ങിയ വ്യത്യസ്ത റോഡ് അഥവാ ഗതാഗത മേഖലകളെക്കുറിച്ച് പറയും. അതിൽ തന്നെ രണ്ടാമതായിട്ട് റെയിൽവേ, മൂന്നാമതായിട്ട് ജലഗതാഗതം, നാലാമതായിട്ട് വായു മാർഗമുള്ള ഗതാഗതങ്ങളെക്കുറിച്ച് പറയും. ഏറ്റവും അവസാനമായിട്ട് ആശയവിനിമയത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും പറഞ്ഞിട്ട് ഈ ഒരു പാഠഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് മൂവിംഗ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ വ്യാപാരം, കച്ചവടം എന്നിവയൊക്കെ ഇന്ന് നിയന്ത്രിക്കുന്നത് ഗതാഗത മാർഗങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ മൈക്ക് അസ് അവോയ്ഡ് അബൌട്ട് ഇവൻറ്റ്സ്. ഇന്നുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ മിടിപ്പുകളെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്നത് ആശയവിനിമയ സംവിധാനങ്ങളാണ്. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ പങ്ക് അത് ഇന്ന് ലോകത്തിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്, വളരെ വിശാലമാണ് എന്നർത്ഥം. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഒരുപാട് രൂപങ്ങളും ഒരുപാട് രീതികളുമുണ്ട്. പ്രധാനമായിട്ടും ലാൻഡ്, കരമാർഗം, വാട്ടർ, ജലഗതാഗതം, എയർ, വായുമാർഗം. അങ്ങനെ 3 വിഭാഗങ്ങളിലൂടെയാണ്, 3 രൂപത്തിലൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ മാർഗങ്ങളുള്ളത്. അതിൽ തന്നെ ഒന്നാമതായിട്ട് കരമാർഗം തന്നെ 2 രൂപത്തിലുണ്ട്. കരമാർഗം നോക്കുകയാണെങ്കിൽ ഒന്ന് റോഡിലൂടെയും 2 റെയിൽവേ. ഓക്കെ. രണ്ടാമത് ജലഗതാഗതം, 1 ഓഷ്യാനിക്, 2 ഇൻലാൻഡ്. ഓഷ്യാനിക് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലൂടെയുള്ള സഞ്ചാരങ്ങൾ, കച്ചവടങ്ങൾ, ഗതാഗത മാർഗങ്ങളായിരിക്കും. വായു ഗതാഗതത്തിലൂടെ നോക്കുകയാണെങ്കിൽ, വായുമാർഗങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്. അപ്പോൾ രാജ്യങ്ങളിൽ നിന്നും ഒരു സ്ഥലത്തു നിന്നും, ഇന്ത്യയുടെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തിലേക്ക് ചരക്കുകൾ കയറ്റിയേക്കപ്പെടുന്ന രീതിക്കാണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ആകുമ്പോൾ അന്താരാഷ്ട്ര മേഖലയാവും, മറ്റൊരു രാജ്യത്തിലേക്ക് ചരക്കുകൾ നീക്കുന്ന രീതിക്കാണ് ഇൻ്റർനാഷണൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ആദ്യമായിട്ട് ഈ റോഡുകളെക്കുറിച്ച് പറയാം. റോഡുകളെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത റോഡുകളെക്കുറിച്ച് ഇതിൽ പറയും. അഥവാ NH പോലെയുള്ള, സ്റ്റേറ്റ് ഹൈവേ പോലെയുള്ള, റൂറൽ റോഡുകളെ പോലെയുള്ള, ജില്ലാ പരിഷത്തിൻ്റെ റോഡുകളെ പോലെയുള്ള റോഡുകളെക്കുറിച്ച് നമ്മൾ പറയും. അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് റോഡുകൾ ഉണ്ടാക്കുന്നത്, ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് റോഡുകൾ ഉണ്ടാക്കുന്നത് എന്ന് കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ. അപ്പോൾ റോഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഡോർ ടു ഡോർ സർവീസ്. അഥവാ നമുക്ക് നമ്മുടെ വീടുകൾക്ക് മുമ്പിൽ, റെയിൽവേ പോലെയല്ല, നമ്മുടെ വീടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന രീതിയിലാണ് റോഡ് സർവീസുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. റെയിൽവേ അങ്ങനെയല്ലല്ലോ. കൺസ്ട്രക്ഷൻ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇസ് ലെസ്. ഇതിനു വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ചിലവ് വളരെ കുറവാണ്. ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് കൺവീനിയൻറ്റ് മോഡ്. പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് മിൽക്ക്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ക്വിക്ക്ലി ക്യാരിഡ്. പെട്ടെന്ന് നശിക്കുന്ന അഥവാ കേടുവരുന്ന വസ്തുക്കൾ, പാല് പോലെയുള്ള, പഴം പോലെയുള്ള, പച്ചക്കറി പോലെയുള്ള വസ്തുക്കളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഉതകുന്ന രീതിയിലാണ് റോഡ് ട്രാൻസ്പോർട്ട് ഉള്ളത്. ഇനി ഈ റോഡുകൾ 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഏതിനു വേണ്ടിയാണോ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് കൺസ്ട്രക്റ്റിംഗ് ആൻഡ് മെയിൻ്റെനിങ് അതോറിറ്റി. ആരാണ് റോഡ് ഉണ്ടാക്കുന്നത്, ആരുടെ ചുമതലയാണ് റോഡ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഗ്രാമപ്രദേശങ്ങളെയും നഗരപ്രദേശങ്ങളെയൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റോഡുകളുള്ളത്. ഇവിടെ മലഞ്ചെരി പോലെയുള്ള, ഡെസേർട്ട് പോലെയുള്ള, മൗണ്ടെയിൻ പോലെയുള്ള ഏത് മേഖലകളിലും നമുക്ക് വേണമെങ്കിൽ റോഡുകൾ നിർമ്മിക്കാവുന്നതാണ്. ഏത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏത് മേഖലകളിലും നമുക്ക് റോഡുകൾ നിർമ്മിക്കാൻ കഴിയും. അതാണ് റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ തരംതിരിച്ചതിൽ ഒന്നാമത്തത് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾക്കനുസരിച്ച് നമ്മൾ റോഡുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, മെറ്റലിക്, മെയ്ഡ് ബൈ ബ്രിക്സ്, കോൺക്രീറ്റ്, സിമെൻറ്റ് ആൻഡ് ചാർക്കോൾ. അപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടോ, സിമെൻറ്റ് ഉപയോഗിച്ചിട്ടോ, ഇഷ്ടിക ഉപയോഗിച്ചിട്ടോ, ചാർക്കോൾ ഉപയോഗിച്ചിട്ടോ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾക്കാണ് നമ്മൾ മെറ്റലിക് എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മണൽ, അതുപോലെ മണ്ണ്, വൈക്കോലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന റോഡിനാണ് അൺമെറ്റലിക് റോഡുകൾ എന്ന് പറയുന്നത്.
ഇനി കൺസ്ട്രക്റ്റിംഗ് ആൻഡ് മെയിൻ്റനിങ് അതോറിറ്റി, ആരാണ് റോഡുകൾ നിർമ്മിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് രണ്ടാമത്തെ തരം തിരിക്കുന്നത്. കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് പബ്ലിക് മണി പെയ്ഡ് ആസ് ടാക്സ്, നമ്മളൊക്കെ അടക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ടാണ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. വില്ലേജ് റോഡ്സ് ആർ അണ്ടർടേക്കൻ ബൈ ദ സ്കീം നോൺ ആസ് പ്രധാൻ മന്ത്രി ഗ്രാം സഡക് യോജന. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വെച്ചിട്ടാണ് സാധാരണ നമ്മുടെ ഉൾനാടുകളിലുള്ള നാട്ടിൻപുറത്തുള്ള റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന റോഡുകളാണ് ഇന്ത്യയിൽ 80% ഉള്ളത്. അതുപോലെ രണ്ടാമത്തെ റോഡുകളാണ്, അഥവാ നമ്മൾ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറഞ്ഞത് സാധാരണ രീതിയിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡുകളാണ്. ഇന്ത്യയുടെ 80% റോഡുകളും അതാണ്. ഇനി രണ്ടാമത്തെ ഇനം ജില്ലാ പരിഷത്ത്, അഥവാ നമ്മുടെ കണക്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വിത്ത് അതർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓഫ് ദ ഡിസ്ട്രിക്ട്. അപ്പോൾ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ജില്ലയുടെ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾക്കാണ് ജില്ലാ പരിഷത്ത് റോഡുകൾ എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ജില്ലയിലെ പ്രധാനപ്പെട്ട ചില റോഡുകളെയൊക്കെ ജില്ലയുടെ ജില്ലാ തലസ്ഥാനത്തേക്ക് എത്തിക്കുന്ന റോഡുകൾ. ഇന്ത്യയിലെ 14% റോഡുകളും ഇത്തരത്തിലുള്ളതാണ്. മൂന്നാമത്തെ ഇനമാണ് സ്റ്റേറ്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അഥവാ SPWD ഏറ്റെടുത്തിട്ടുള്ള റോഡുകൾ. അവരാണ് സ്റ്റേറ്റ് ഹൈവേകൾ ഉണ്ടാക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേകൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവുമായിട്ട് ജില്ലയുടെ പ്രധാനപ്പെട്ട റോഡുകൾ ബന്ധിപ്പിക്കുന്ന, ജില്ലയുടെ തലസ്ഥാന നഗരിയും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഉൾപ്പെടുന്ന റോഡുകളാണ് SPWD നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ഏകദേശം 4% റോഡുകളും ഇത്തരത്തിലുള്ളതാണ്. ഇത് അടുത്തതായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ വെറും 2% ഉള്ളതും ഇന്ത്യയിലെ 40% ചരക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള റോഡുകളാണ് NH, നാഷണൽ ഹൈവേകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻസ് നാഷണൽ ഹൈവേസ് NH, ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ലിങ്കിങ് ഡിഫറൻസ് പാർട്സ് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്കാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 2% റോഡുകൾ മാത്രമേ ഇവയുള്ളൂ. ഇവയിൽ തന്നെ പരമപ്രധാനമായിട്ടുള്ള ചില സൂപ്പർ ഹൈവേകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, അഥവാ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്കാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അഥവാ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ന്യൂഡൽഹിയെയും അവിടുന്ന് കൊൽക്കത്ത, അവിടുന്ന് വന്നിട്ട് ചെന്നൈ, അവിടുന്ന് വന്നിട്ട് മുംബൈ. ഓക്കെ, ഇങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ രൂപത്തിലുള്ള ഈ ഒരു റോഡിനാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് നോർത്ത് സൗത്ത് കൊറൈഡർ ലിങ്ക്സ് ശ്രീനഗർ ടു കന്യാകുമാരി. കന്യാകുമാരിയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിനാണ് കണ്ടോ, കന്യാകുമാരിയെയും പിന്നെ ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന റോഡിനാണ് നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്റ്റിംഗ് സിൽച്ചർ ഇൻ ദി ഈസ്റ്റ്, ദ പോർബന്ദർ ഇൻ ദി വെസ്റ്റ്. അഥവാ വെസ്റ്റ് ഭാഗത്ത് പോർബന്ദർ മുതൽ ഗുജറാത്തിലെ പോർബന്ദർ മുതൽ ഇങ്ങ് വന്നിട്ട് ഈസ്റ്റ് ഭാഗത്തിലെ ആസാമിലുള്ള സിൽച്ചർ, അപ്പോൾ ഈ ഒരു പ്രദേശം വരെ ബന്ധിപ്പിക്കുന്ന റോഡിനാണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയിലെ പരമപ്രധാനമായിട്ടുള്ള റോഡുകൾ. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്റ്റേറ്റ് ക്യാപിറ്റലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് യൂണിയൻ ടെറിട്ടറി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, നോർത്ത് സൗത്ത് കോറിഡോർ, ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ, ഏറ്റവും അവസാനമായിട്ട് നാഷണൽ ഹൈവേകൾ. ഈ ഇടയിൽ കാണുന്ന ഈ കറുപ്പ് നിറത്തിലുള്ള ഭാഗങ്ങളൊക്കെ നാഷണൽ ഹൈവേകളാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബോർഡർ റോഡ്സ് ആർ ഇൻ ബോർഡർ ഏരിയസ് ഫോർ ഈസി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഡ്യൂറിംഗ് ദ വാർ. യുദ്ധ സമാനമായ സമയത്ത് ചരക്കുകൾ നീക്കം ചെയ്യാൻ ഏറ്റവും സുഗമമായ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിർത്തി റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ദ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, BRO ആണ് ഈ റോഡുകളൊക്കെ, ഈ അതിർത്തി പ്രദേശത്തുള്ള റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. ഓൾഡസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് റോഡ് വാസ് ബിൽറ്റ് ഇൻ ഗംഗാരിക് പ്ലൈൻസ് ഫ്രം ദി നോർത്ത് വെസ്റ്റ് ടു ദ ഈസ്റ്റ് ഓർഡേഴ്സ് ഓഫ് ദിസ് ഷേർഷാ സൂരി ഇൻ 16th century ആൻഡ് റീനെയിംഡ് ആൻഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അപ്പോൾ പഴയ കാലത്ത് ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു ഇതിലേറ്റവും പഴയ റോഡ്
പിന്നീട് അത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന പേരിലേക്ക് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രസൻ്റ്ലി ഡിവൈഡഡ് NH1 അമൃത്സർ ഡൽഹി ആൻഡ് NH2 ഡൽഹി ടു കൽക്കത്ത. ഇന്ന് ആ ഒരു റോഡിനെ, പഴയ ആദ്യത്തെ ആ റോഡിനെ ഇന്ന് NH1 NH2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഒന്നാമത്തെ വിഭാഗമായിട്ടുള്ള റോഡ് വേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമതാണ് ഇനി റെയിൽവേ. റെയിൽവേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പസ്റ്റ് മോഡ് ഫോർ ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിൾ, അഥവാ ഒരുപാട് ജനങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോച്ചസ് ഈസ് ആക്സസിബിൾ ഫോർ ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ്. അപ്പോൾ വ്യത്യസ്ത AC അതുപോലെ സ്ലീപ്പർ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ചെയറുകൾ നമുക്ക് ഇതിൽ ലഭിക്കും. കംഫർട്ടബിൾ നൈറ്റ് ജേണി ക്യാരീസ് കൺട്രീസ് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ദ ബൾക്കി ഗുഡ്സ് ലൈക്ക് കോൾ, സിമെൻറ്റ്, ഫുഡ് ഗ്രെയിൻസ്. അഥവാ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ചരക്ക്, കൽക്കരി, സിമെൻറ്റ്, ഫുഡ് ഗ്രെയിൻസ്, വളങ്ങൾ, പെട്രോളിയം, ഓട്ടോമൊബൈൽസ് ഒക്കെ ട്രെയിനിലൂടെയാണ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ സ്റ്റാർട്ടഡ് ഇൻ 1853 ഫ്രം ബോംബെ ടു താനെ ഓഫ് 34 കിലോമീറ്റർ. ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1853 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ഏഷ്യ ആൻഡ് ഫോർത്ത് ഇൻ ദ വേൾഡ് വിത്ത് എ ലെങ്ത് ഓഫ് മോർ ദാൻ 64,000 kilometers divided into 60 zones and 1.6 million workers. ഏകദേശം 16 ലക്ഷത്തോളം ജോലിക്കാരായിട്ട് 16 സോണുകളായിട്ട് തരംതിരിച്ചിട്ടുള്ള 64,000 കിലോമീറ്റർ ലെങ്ത്തുള്ള ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ നാലാമത്തേതുമായി ദൂരമുള്ള നെറ്റ്വർക്കാണ് ഇന്ത്യൻ റെയിൽവേ എന്നുകൂടി ഇതിനോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ നിങ്ങൾ റെയിൽവേയുടെ ചിത്രങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു റോഡുകൾ ഏത് സ്ഥാനത്തും എവിടെയും നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ റെയിൽവേ അങ്ങനെയല്ല. റെയിൽവേ ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള, ഏറ്റവും പരന്ന് കിടക്കുന്ന സ്ഥലത്താണ് റെയിൽവേ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു ഭൂപടത്തിൽ ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ റെയിൽവേ ട്രാക്കുകളുള്ളതായി കാണാം. ഈ ഒരു ഭാഗമാണ് ഗംഗാറ്റിക് പ്ലെയിൻ, അഥവാ ഏറ്റവും പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യയുടെ പാനപാത്രം. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള അരി, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ നിർമ്മിക്കുന്ന പ്രദേശങ്ങൾ എവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ റെയിൽവേ നെറ്റ്വർക്കുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഡെൻസ് റെയിൽവേ നെറ്റ്വർക്ക് ഇൻ ദ ഗംഗാറ്റിക് പ്ലെയിനിൽ കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്ക് ഇന്ത്യയിലുണ്ട്. ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഹരിയാന ആർ വെൽ കണക്റ്റഡ് ബൈ റെയിൽവേസ്. റെയിൽ ലിങ്ക് അവൈലബിൾ ഫ്രം ദി നോർത്ത് ടു സൗത്ത്. അവ നോർത്ത് മുതൽ സൗത്ത് വരെ, അഥവാ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഏകദേശം 3751 കിലോമീറ്ററും 71 മണിക്കൂർ സഞ്ചാരവുമുള്ള ഒരു റെയിൽവേ നെറ്റ്വർക്കാണ് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് വരെയുള്ള റെയിൽവേ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ അതിൽ AC, സെക്കൻഡ് ക്ലാസ് AC, തേർഡ് ക്ലാസ് AC ചെയർ കാർ, സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ആൻഡ് ജനറൽ ക്ലാസ് ആർ അവൈലബിൾ. അപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത റെയിൽവേയിൽ ലഭിക്കുന്ന വ്യത്യസ്ത ആനുകൂല്യങ്ങളെക്കുറിച്ചും വ്യത്യസ്ത സീറ്റുകളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇതിനോട് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അഥവാ ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ്, ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ റെയിൽവേ ഫെസിലിറ്റീസ് അത്യാവശ്യമാണ്. പക്ഷേ അങ്ങനത്തെ ചില സ്ഥലങ്ങൾ, അഥവാ മൈനുകളുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ റെയിൽവേ നെറ്റ്വർക്ക് വളരെ കുറവാണ്. കാരണം അവിടെ റെയിൽവേ നെറ്റ്വർക്ക് നിർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവ് വരും എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് പറയാൻ കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞു റോഡുകൾ ഏത് സ്ഥലത്തും വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ റെയിൽവേ വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വലിയ നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ട്രെയിൻ സർവീസുകളൊക്കെ ഉണ്ട്. അതിന് കാരണം വലിയ ഏർബൻ ലാർജ് സിറ്റീസൊക്കെ ഒരുപാട് ജനങ്ങളെ ജോബ്സിന് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടി, എഡ്യൂക്കേഷൻ, ട്രേഡ്, ബാങ്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ക്വിക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ റെയിൽവേ പ്രത്യേകമായിട്ടുള്ള റെയിൽവേകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം.
ഇനി മൂന്നാമതായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ റെയിൽവേ പറഞ്ഞു, റോഡ് പറഞ്ഞു, ഇനി വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് തന്നെ രണ്ട് രീതി നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻലാൻഡ് വാട്ടർ വേസ് ഉണ്ട്, രണ്ടാമതായിട്ട് ഓഷ്യാനിക് വാട്ടർ വേസ് ഉണ്ട്. ഇൻലാൻഡ് വാട്ടർ വേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഉള്ളിലുള്ള വാട്ടർ വേ ആണ്. ഓഷ്യാനിക് ആണെങ്കിൽ പുറം രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഓഷ്യാനിക് വാട്ടർ വേസ്. ഇതിൻ്റെ പ്രത്യേകത, നമുക്കറിയാം പണ്ട് കാലം മുതലേ ഫ്രം ഓൾഡൻ ഡേയ്സ് ടിൽ നൗ ഡേയ്സ് വാട്ടർ വേസ് ഹാഡ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. പഴയ കാലം മുതലേ, അഥവാ അറേബ്യകൾ ഒരുപാട് ഒരു 10, 14, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറബികൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരുന്നു എന്നൊക്കെ നമുക്ക് സുലൈമാനു താജിറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈസ് ചീപ്പസ്റ്റ് ബിക്കോസ് നോ എക്സ്പെൻഡിച്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അതർ ദാൻ മെയിൻ്റനൻസ്. ഇതിന് കൂടുതൽ ചിലവൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. യാത്രാമാർഗമാണ്, വളരെ ചിലവ് കുറഞ്ഞ യാത്രാമാർഗമായതിനാൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഈ രീതിയിൽ വന്നിരുന്നു, ഇതിനെ അവലംബിച്ചിരുന്നു. യൂസ്ഫുൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ്. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ബൾക്കി ചരക്കുകളൊക്കെ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമാണ് ഇത്. അതുപോലെ പെട്രോളിയം കൊണ്ടുവരാൻ, കാരണം അത് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കാണ് കൊണ്ടുവരേണ്ടി വരിക. അപ്പോൾ അത് കൊണ്ടുവരാനും ഏറ്റവും സുഗമമായ യാത്രാമാർഗ്ഗമാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. എഫിഷ്യൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ഇതൊരു പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള, അഥവാ വളരെ കുറച്ച് ഇന്ധനം മാത്രം, ഇന്ധനക്ഷമ കൂടിയതും അതുപോലെ എക്കോ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ വാട്ടർ വേസ്. ഇതിനെ നമ്മൾ രണ്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻലാൻഡ് വാട്ടർ വേസ്, അതിൽ രണ്ട് ഓഷ്യാനിക് വാട്ടർ വേസ്. അതുപോലെ ഒന്നാമത്തതാണ് ഇൻലാൻഡ് വാട്ടർ വേസ്. ഏകദേശം റിവറുകളും കനാലുകളും ബാക്ക് വാട്ടേഴ്സും ഉൾപ്പെടെ 14,500 കിലോമീറ്റർ ഇന്ത്യയിൽ ഇൻലാൻഡ് വാട്ടർ വേസ് ഉണ്ട്, അഥവാ ജലഗതാഗത മേഖലകളുണ്ട്. പക്ഷേ യന്ത്രവൽകൃതമായിട്ടുള്ള ബോട്ടുകളൊക്കെ പോകുന്ന വെറും 3,700 കിലോമീറ്റർ ദൂരമേ ഇന്ത്യയിൽ ഇങ്ങനത്തെ ജലഗതാഗത മാർഗമുള്ളൂ. ഗംഗയും ബ്രഹ്മപുത്രയും നോർത്ത് ഭാഗത്ത്, അതുപോലെ സൗത്തിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി നദികളിലുമാണ് ഇതുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നീല നിറത്തിൽ ഇതിൻ്റെ ചിത്രം കാണാം, ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. 1986 ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമാവുന്നതും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും. രണ്ടാമത്തായിട്ട് അതിൽ തന്നെ ഉള്ളതാണ് അതിൽ ഇൻലാൻഡ് വാട്ടർ വേസ് തന്നെ നമ്മൾ നേരത്തെ റോഡുകൾ പറയുമ്പോൾ NH പറഞ്ഞിരുന്നു അല്ലേ, അതുപോലെ തന്നെ നാഷണൽ വാട്ടർ വേസ് ആയിട്ട് ഒരുപാട് നാഷണൽ വാട്ടർ വേസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർ വേസ് 3 എണ്ണമാണ്. അതിലൊന്ന് കേരളത്തിലാണെന്ന് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തത് റിവർ ഗംഗ ഫ്രം അലഹബാദ് ഉത്തർപ്രദേശ് ടു ഹാൽദിയ വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അലഹബാദ് മുതൽ വെസ്റ്റ് ബംഗാൾ വരെയുള്ള ആ ഒരു ജലഗതാഗതമാണ് ഒന്നാമത്തത്. ഇവിടെ നിങ്ങൾക്ക് അലഹബാദ് കാണാവുന്നതാണ്. അവിടെ മുതൽ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഗംഗയിൽ ഇവിടെ ഹാൽദിയ വരെയുള്ള രൂപം. അപ്പോൾ ഈ ഒരു ഗംഗോട്ടിക് പ്ലെയിൻ അഥവാ ഗംഗാ നദിയിൽ ഇവിടെ മുതൽ അലഹബാദ് മുതൽ തുടങ്ങിയിട്ട് ഹാൽദിയ വരെയുള്ള ഈ ഒരു പ്രദേശങ്ങൾ, ഇതാണ് ഒന്നാമത്തെ നാഷണൽ വാട്ടർ വേസ്. 1,620 കിലോമീറ്ററാണുള്ളത്. രണ്ടാമത്തത് റിവർ ബ്രഹ്മപുത്ര ഫ്രം സെഡിയ ടു ധുപ്രൈ ഇൻ ആസാം, അഥവാ രണ്ടാമത്തത് 891 കിലോമീറ്റർ നീളമുള്ള സാദിയ മുതൽ ദുബ്രി വരെയുള്ള ബ്രഹ്മപുത്ര വാട്ടർ വേസ് ആണ് ഇതിൽ രണ്ടാമത്തത്. മൂന്നാമത്തതായി കൊല്ലം മുതൽ കോട്ടാപ്പുഴം വരെയുള്ള കേരളത്തിൽ 205 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു അടിയിലെ പ്രദേശം. ഓക്കെ, ഈ അടിയിലേക്ക് കാണുന്ന പ്രദേശമാണ് മൂന്നാമത്തത് നാഷണൽ വാട്ടർ വേസ്. ഇനി ഓഷ്യാനിക് വാട്ടർ വേസ്, രണ്ടാമത്തെ രൂപമാണ് ഓഷ്യാനിക് വാട്ടർ വേസ്. അഥവാ ഇന്ത്യക്ക് ഏകദേശം 7,516 കിലോമീറ്ററുകൾ വ്യത്യസ്ത 3 ഓഷ്യൻ ഇന്ത്യയെ ചുറ്റിക്കിടക്കുന്നുണ്ട്. അതിൽ 7,516 കിലോമീറ്ററുകൾ ഇന്ത്യയെ ചുറ്റിക്കിടക്കുന്നുണ്ട് ഈ ഒരു സമുദ്രങ്ങൾ. 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പത്തെ വർഷം ഇന്ത്യക്ക് 49 കപ്പലുകൾ, ഏകദേശം 1,27,083 ടണ്ണുകൾ ചുമക്കാൻ കഴിയുന്ന വഹിക്കാൻ കഴിയുന്ന കപ്പലുകളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 2004 ആകുമ്പോഴേക്കും ഏകദേശം 7 ലക്ഷം ഭാരം വഹിക്കാൻ കഴിയുന്ന 616 കപ്പലുകൾ ഇന്ത്യക്കുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. ഇനി 2 കാറ്റഗറീസ് ഓഫ് ഇന്ത്യൻ സീ വാട്ടർ വേസ്. ഇന്ത്യൻ വാട്ടർ വേസിന് രണ്ട് കാറ്റഗറികളുണ്ട്. ഒന്ന് കോസ്റ്റൽ ഷിപ്പിംഗ്. ഓക്കെ, ഒന്നാണ് ഇതിൽ കോസ്റ്റൽ ഷിപ്പിംഗ്.
രണ്ടാമത്തതാണ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ്. ഓക്കെ, കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ ബിറ്റ്വീൻ ദ പോർട്സ് ലൊക്കേറ്റഡ് അലോങ് ദി കോസ്റ്റ്. ഇന്ത്യയിലെ വ്യത്യസ്ത തുറമുഖങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഷിപ്പിങ്ങിനാണ് കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. Under navigation, companies handles about 7 lakh tons of cargo through 12 main ports and 189 small and medium class ports. ഏകദേശം 12ഓളം മെയിൻ പോർട്ടുകളും 189ഓളം ചെറിയ തുറമുഖങ്ങളും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 7 ലക്ഷത്തോളം ആ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം 7 ലക്ഷത്തോളം ടൺ കാർഗോ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ 100 നാവിഗേഷൻ കമ്പനികളാണ്. അപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കുള്ള പിന്നെ കച്ചവട വസ്തുക്കൾ എത്തിക്കുന്ന, വ്യാപാര വസ്തുക്കൾ എത്തിക്കുന്ന ഷിപ്പിങ്ങിനാണ് കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ്. അത് പോർട്സ് ഓഫ് ദ ഈസ്റ്റ് കോസ്റ്റ് ടു മ്യാൻമർ, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, US, യൂറോപ്പ്, ഏഷ്യ, അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമതാണ് എയർ ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞത് ഒന്ന് റെയിൽവേ കഴിഞ്ഞു, റോഡ് കഴിഞ്ഞു, വാട്ടർ വേസ് കഴിഞ്ഞു. നാലാമത് എയർ ട്രാൻസ്പോർട്ട്. എയർപ്ലെയിൻ വാസ് ഡിസൈൻഡ് ബൈ റൈറ്റ് ബ്രദേഴ്സ് ഇൻ 1903. 1903 എയറോപ്ലെയിൻ റൈറ്റ് സഹോദരന്മാർ കണ്ടെത്തുന്നത്. ആദ്യമായി ഇന്ത്യയിൽ ഇത് തുടങ്ങുന്നത് 1911. നമുക്കറിയാം ഇതിൽ തന്നെ 2 രൂപങ്ങളുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് ഉണ്ട്, 2 ഇൻ്റർനാഷണൽ എയർവേസ് ഉണ്ട്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉള്ളിലും ഇൻ്റർനാഷണൽ അന്താരാഷ്ട്രവും. ഇറ്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അതുപോലെ ഫ്രീ ഫ്രം സർഫേസ് ഹിൻഡ് ക്രെയിൻസ് സച്ച് ആസ് മൗണ്ടൻ ഡെൻസ് ഫോറസ്റ്റ്, അതുപോലെ ഒരുപാട് പിന്നെ കാടുകൾ, മൗണ്ടെയിനുകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട, അഥവാ ഇതൊന്നും ഉണ്ടാവില്ല ഈ ഒരു എയർ ട്രാൻസ്പോർട്ടിന്. റോഡുകളും റെയിൽവേയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനെ ബാധിക്കുന്നില്ല. അതുപോലെ യൂട്ടിലിറ്റി ഇൻ നാഷണൽ ഡിഫൻസ്, അഥവാ നാഷണൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് എയർ ട്രാൻസ്പോർട്ട്. കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻ്റ്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ബന്ധിപ്പിക്കുന്ന ഒരു മാർഗം കൂടിയാണിത്. യൂസ്ഫുൾ അറ്റ് ദ ടൈം ഓഫ് നാച്ചുറൽ ഓർ എനി അതർ കലാമിറ്റീസ്, ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗവുമാണ്. സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഓർ ഹൈ വാല്യൂ ഗുഡ്സ്, നല്ല ഉയർന്ന തോതിലുള്ള പിന്നെ നാണ്യം ലഭിക്കുന്ന ചരക്കുകൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ഉതകുന്ന മാർഗ്ഗം കൂടിയാണ്. പവൻ ഹൺസ് ഹെലികോപ്റ്റർ ലിമിറ്റഡ് പ്രൊവൈഡ്സ് എയർ ട്രാൻസ്പോർട്ട് ടു ദ ഓയിൽ ആൻഡ് നാഷണൽ ഗ്യാസ് കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ ആൻഡ് ഇൻ നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പാർട്ട് കൺട്രികളിലും ഇന്ത്യൻ ഓയിൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതുപോലെ ഓയിൽ, ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് പവൻ ഹൺസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കേരളം കുറച്ച് മുമ്പ് പവൻ ഹൺസ് ഹെലികോപ്റ്ററുകൾ വാടക എടുത്തിട്ടുണ്ട്. ഒരു മാസത്തിൽ കോടികൾ കൊടുത്തിട്ടാണ് അത് വാടക എടുത്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. അത് വിവാദവുമായിരുന്നു. ഇനി ഏറ്റവും അവസാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗതാഗത മാർഗ്ഗങ്ങളെ കുറിച്ചാണ്. ഇനി പറയാനുള്ളത് ആശയവിനിമയ സംവിധാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ റൈറ്റിംഗ് ലെറ്റേഴ്സ്, സെൻഡിങ് ടെലഗ്രാംസ്, റേഡിയോ, TV, കമ്പ്യൂട്ടർ ടെക്നോളജി, ന്യൂസ് പേപ്പർ, മാഗസിൻസ് ആൻഡ് പാംഫ്ലെറ്റ്സ് ആർ മെയിൻ വേസ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത മാർഗ്ഗങ്ങളാണ്, കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്ത മാർഗ്ഗങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ടെലഗ്രാം, ഫാക്സ്, ഇമെയിൽ ആൻഡ് ബിസിനസ് ആർ യൂസ് ട്രേഡ് ആൻഡ് അതർ സർവീസ്. ഒക്കെ ബിസിനസ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. 2 തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഒന്ന് മീൻസ് ഓഫ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, 2 മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സാധാരണ ഒരു വ്യക്തികൾക്ക് ഉപയോഗിക്കുന്നതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ മൊത്തം സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി മീൻസ് ഓഫ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഈ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 2 രീതിയിലാണ്. ഒന്ന് പോസ്റ്റൽ സർവീസ്, 2 ടെലിഫോൺ സർവീസ്. അപ്പോൾ ഇന്ത്യയിലെ പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്കാണ് ഇന്ത്യൻ പോസ്റ്റൽ നെറ്റ്വർക്ക്. 1,50,000 പോസ്റ്റ് ഓഫീസേഴ്സ് ഇന്ത്യയിൽ പിന്നെ ലെറ്ററുകൾ, മണി ഓർഡറുകൾ, പാഴ്സൽസ്, പോസ്റ്റൽ സേവിങ് സ്കീംസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ജോലിക്കായിട്ട് 1,55,000 പോസ്റ്റ് ഓഫീസുകൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ടെലഫോണുകളും ഇന്നത്തെ കാലത്ത് വൈഡ്ലി യൂസ്ഡ് മീൻസ് ഓഫ്
ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് അഫോർഡബിൾ. വളരെ പെട്ടെന്ന് തന്നെ വിവരങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ടെലഫോണുകൾ. ഇനി രണ്ടാമത്തതാണ്, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കാണാവുന്നതാണ്. പിന്നെ ഒരുപാട് ടെലഫോണുകൾ കാണാവുന്നതാണ്, ടി വി കാണാവുന്നത്, അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി മീൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ രൂപങ്ങൾ. ഇറ്റ് മീൻസ് ബൈ വിച്ച് ഇൻഫോർമേഷൻ ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എ വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരുപാട് ജനങ്ങൾക്ക് ഒരേ സമയത്ത് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള രൂപത്തിനാണ് ആശയവിനിമയ സംവിധാനത്തിനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, സിനിമ, ബുക്സ്, മാഗസിൻസ്, ട്രഡീഷണൽ ഫോൾക്ക് മോഡ്സ് ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ കൂടിയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും റേഡിയോ തുടങ്ങി വെച്ചത് 1927 മുംബൈയിൽ നിന്നും കൽക്കത്തയിലുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ തുടങ്ങി വെച്ചത്. എഡ്യൂക്കേറ്റ് ആൻഡ് അപ്രൈസ് ദ പീപ്പിൾ, അതിനു വേണ്ടിയിട്ടാണ് ഇതിന് തുടങ്ങി വെച്ചത്. ആൾ ഇന്ത്യ റേഡിയോ ഇന്ത്യയിലെ ഏകദേശം 90% സ്ഥലങ്ങളിൽ ഏകദേശം 98.8% ആളുകൾക്കും ആൾ ഇന്ത്യ റേഡിയോയുടെ സംവിധാനം ഇന്ന് അതിൻ്റെ സംവിധാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. ടെലിവിഷൻ. The National Television Transmission Service of India started in 1959. 1959 നാഷണൽ ടെലിവിഷൻ ട്രാൻസ്മിഷൻ സർവീസ് ഇന്ത്യയിൽ തുടങ്ങിയത്. 87% ഇന്ത്യക്കാർക്ക് ഇത് കാണാവുന്നതാണ്. നാഷണൽ, റീജിയണൽ, ലോക്കൽ ദൂരദർശൻ ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് പ്രൈവറ്റ് ചാനൽസ് ആർ അവൈലബിൾ. ഇന്ന് ഒരുപാട് ചാനലുകൾ നമുക്ക് ലഭിക്കും. അതുപോലെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹോംസ്, ഓഫീസസ്, ഷോപ്സ്, ഹോസ്പിറ്റൽസ്, റെയിൽവേസ്, എയർപോർട്ട്സ്, ബാങ്ക്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഇതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ന്യൂയർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പുതിയ ടെക്നോളജികളാണ്. ഒന്ന് ഇൻ്റർനെറ്റ്. ഇറ്റ് പ്രൊവൈഡ് ആക്സസ് ടു സെവറൽ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് കണക്ട്സ് ആൾ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് ക്ലിക്ക് ഓഫ് ബട്ടൺ. ഒറ്റ ക്ലിക്കിൽ തന്നെ ലോകത്തിലെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ വീഡിയോ കോൺഫറൻസിങ്, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ മറ്റു ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറാനും പ്രസംഗങ്ങൾ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് പോലെ ഈയൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. കൊമേഴ്സ്, നിങ്ങൾ ആമസോൺ കണ്ടിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കൊമേഴ്സ് രൂപങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫെസിലിറ്റി അവൈലബിൾ ഫോർ ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ദ ഗുഡ്സ് ത്രൂ ഇൻ്റർനെറ്റ് ആൻഡ് ഫാക്സ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് കച്ചവടങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ ഉതകുന്ന രീതിയിലുള്ളതാണ് കൊമേഴ്സ്. ഇൻ്റർനെറ്റ് ടെലിഫോണി, നിങ്ങൾ വാട്സപ്പ് കോളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ഇമെയിലുകൾ, ടെലിമെഡിസിൻ, ഒരു സ്ഥലത്ത് ഡോക്ടർ ഇരുന്നിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ രോഗിക്ക് തങ്ങളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന, തങ്ങളുടെ രോഗങ്ങളൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ടെലിമെഡിസിൻ. ഇതൊക്കെ ഇന്നത്തെ ന്യൂയർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികളാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിലാദ്യമായിട്ട് ട്രാൻസ്പോർട്ടിൻ്റെ വിവിധ ഇനങ്ങൾ, ഗതാഗതത്തിൻ്റെ വിവിധ ഇനങ്ങൾ. ഒന്നാമതായിട്ട് റോഡ് മാർഗമുള്ള ഗതാഗതം. അതിൽ തന്നെ വ്യത്യസ്ത റോഡുകൾ, NH, SH, റൂറൽ റോഡുകൾ, ജില്ലാ പരിഷത്ത് റോഡുകൾ, അതുപോലെ റോഡുകൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് കൂടി പഠിച്ചു. രണ്ടാമതായിട്ട് റെയിൽവേ ഗതാഗതം. 3 ജലഗതാഗതം. ആ ജലഗതാഗതത്തിൽ തന്നെ 2 രൂപങ്ങൾ പഠിച്ചു, ഇൻലാൻഡ് വാട്ടർവേസിനെ കുറിച്ച്, ഓഷ്യാനിക് വാട്ടർവേസിനെ കുറിച്ച്. നാലാമതായിട്ട് വായുമാർഗം, അതിൽ തന്നെ ഡൊമസ്റ്റിക് എയർവേസ്, അതുപോലെ ഇൻ്റർനാഷണൽ എയർവേസ്. ഏറ്റവും അവസാനമായിട്ട് വിനിമയത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. അതിൽ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട്, അതുപോലെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക.